ഹായ് നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ ഹൈദരാബാദിൽ തുടരുകയാണ്. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കണ്ണാട്ട് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഓണർ കണ്ണാട്ട് സുരേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. വെൽക്കം കണ്ണാട്ട് സുരേന്ദ്രൻ സാർ. ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഇന്ന് സാറിൻ്റെ വിശേഷങ്ങളാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം സാർ. യെസ്. എന്താണ് സാർ ഈ കണ്ണാട്ട്? കണ്ണാട്ട് എന്ന് വെച്ചാൽ എൻ്റെ ഫാദറിൻ്റെ സർനെയിമാണ്. ഓ, കണ്ണാട്ട് അപ്പു നായർ എന്നാണ് എൻ്റെ അച്ഛൻ്റെ. കണ്ണാട്ട് അപ്പു നായർ. അപ്പു നായർ എൻ്റെ അച്ഛൻ. ഓക്കെ. ഇപ്പോൾ സാറിന് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ 1982 ഞാൻ ഹൈദരാബാദിൽ വരുന്നത്. ഓക്കെ. 1982 എന്ന് പറയുമ്പോൾ ഏകദേശം 44 വർഷം ആയി. ആ സമയത്ത് വരികയും ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുകയും പഠനം ചെയ്യുകയും ചെയ്തിരുന്നു. ഓക്കെ ഓക്കെ. ഡിഗ്രി ചെയ്യുകയും ചെയ്തു. ഏകദേശം പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോന്നു. 86-87 ഞാൻ തവീന്ദർ സിംഗ് കൊഹ്ലി എന്ന ഒരു തവീന്ദർ സിംഗ് കൊഹ്ലി എന്ന ആളുമായി ഒരു ബന്ധത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പായി. പഞ്ചാബ്. ഹീസ് ഫ്രം പാകിസ്ഥാൻ. ബട്ട് ഹി സെറ്റിൽ ഇൻ ഹൈദരാബാദ്. ഓക്കെ ഓക്കെ. അങ്ങനെ ഒരു സമയത്ത് ഞങ്ങൾ സെക്കൻഡറാബാദ് ക്ലബിൽ കാണുകയാണ്. അവിടുന്ന് ഞാനും അങ്ങോട്ടും കൂടിയിട്ടുള്ളൂ. അങ്ങോട്ട് ബിസിനസ്സിൽ ഞാനും ഒരു പാർട്ടായിട്ട്, ഓണറല്ല, ഒരു പാർട്ടായിട്ട് അങ്ങോട്ടൊരു മകനായി പോലെ എന്നെ അങ്ങോട്ട് ചെയ്തു. നല്ല ബന്ധപ്പെട്ട നല്ലൊരു മനുഷ്യനെ നമ്മൾ ദൈവം നമ്മൾക്ക് കാണിച്ചു. നമ്മുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. അതെൻ്റെ ഒരു ഗോഡ് ഫാദറാണ്. എന്നെ ഒരു ജീവിതത്തിൻ്റെ ഒരു എങ്ങനെ ജീവിക്കണം, എങ്ങനെ കഷ്ടപ്പെട്ടാൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് വരും, അതൊക്കെ ഒരു പാഠം എനിക്ക് പഠിപ്പിച്ചു തന്നൊരു വ്യക്തിയാണ്. അങ്ങനെ കൊഹ്ലി കൺസ്ട്രക്ഷൻ കമ്പനി എന്നൊരു പ്രസ്ഥാനമുണ്ട് അവിടെ. കൊഹ്ലി കൺസ്ട്രക്ഷൻ കമ്പനി ഹൈദരാബാദിൽ അന്നത്തെ കാലത്ത് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ലീഡിങ് കമ്പനിയായിരുന്നു. ഓക്കെ. അത് വളർന്ന് അതിൻ്റെ എല്ലാ നോട്ടങ്ങളും എല്ലാ കാര്യങ്ങളും ഞാനാണ് എൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ചെയ്തിരുന്നത്. അങ്ങോട്ട് എന്നെ ഒരു മകനെ പോലെ, തവീന്ദർ സിംഗ് കൊഹ്ലിക്ക് 2 പെൺകുട്ടികളും ഒരു മകനുമാണ്. അങ്ങനെ ഞങ്ങൾ ആ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുവരികയും ആ കമ്പനിയോടൊപ്പം ഞാൻ ചെയ്യുകയും ഒരു 14-13 വർഷത്തിന് ശേഷം ഞാൻ അവിടുന്ന് സ്വന്തമായി അങ്ങോരുടെ വിഷിൽ തന്നെ ഞാൻ പുതിയൊരു കമ്പനി എൻ്റെ സ്വന്തമായി 14 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു. അതിനുശേഷം സ്വന്തമായിട്ട് ഒരു കമ്പനി അങ്ങോരുടെ അനുഗ്രഹത്തോടു കൂടി. എന്തായിരുന്നു ആ കമ്പനിയുടെ പേര്? പെരിങ്ങോട്ടേറ പാലസ്. പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലാണ് തുടങ്ങിയത്. തൃശ്ശൂരിലെ ഒരു 4-സ്റ്റാർ ഹോട്ടലാണ്. ഹൈദരാബാദിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അങ്ങോടൊപ്പം തന്നെ ഒരു പാർട്ട്ണറായി ഒരു ഗ്രാനൈറ്റ് എക്സ്പോർട്ട് കമ്പനി അനുഭവ് ഗ്രാനൈറ്റ്സ്. ബോയൻപള്ളിയിൽ ഞാനും ഈ മിസ്റ്റർ കോഹ്ലിയും കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. മാനുഫാക്ചറിങ് ഫ്ലെക്സിബിൾ വയർസ് കേബിൾസിൻ്റെ ബ്രാൽകോ ഇലക്ട്രിക്കൽസ് എന്നൊരു കമ്പനി തുടങ്ങുകയും അതിന് എൻ്റെ വൈഫിനെ എൻ്റെ ഡയറക്ടറായിട്ടും എൻ്റെ ഒരു പാർട്ട്ണറായിട്ടും എൻ്റെ 2 വേറെ സുഹൃത്തുക്കളും അതിൽ പാർട്ട്ണറായിട്ട് ഉണ്ട്. അതും ഒരു ബിസിനസ്സായിട്ട് ഇങ്ങനെ നടക്കുന്നു. കൺസ്ട്രക്ഷനിൽ ഇപ്പോൾ ഇവിടെ സെക്കൻഡറാബാദിൽ നിന്നും 9 കിലോമീറ്റർ ദൂരത്ത് തുംകുണ്ട എന്ന ഗ്രാമത്തിൽ, തുംകുണ്ട എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ 25 ഏക്കറോളം സ്ഥലമുള്ള ഒരു സ്ഥലം ഞാനിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരിൽ കാണാത്ത എന്ത് ഗുണമാണ് സാറിൽ അദ്ദേഹം കണ്ടത്? കാരണം പറഞ്ഞില്ലേ, പ്രീ ഡിഗ്രി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു കുറച്ച് ദിവസത്തെ പരിചയത്തിലാണ് സ്വന്തം മകനെ പോലെ അദ്ദേഹം സാറിനെ സ്നേഹിച്ചത്. എന്തായിരിക്കും അദ്ദേഹത്തെ സാറിനോട് ആകർഷിക്കാനുണ്ടായത്? നമുക്ക് തോന്നുമല്ലോ, എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനൊരു അരിമയായ മോനെ പോലെ ആയി എന്ന് ചോദിക്കുകയാണെങ്കിൽ സാറിന് എന്തായിരിക്കും പറയാൻ? കാരണം ഞാനും അവരുടെ അമ്മയും അച്ഛനും വൈഫും കുട്ടികളുമായിട്ടുള്ള ആ സമ്പർക്കം ഒരു പ്രത്യേകമായിരുന്നു. അത് അവിടുത്തെ എല്ലാ കാര്യത്തിലും സുരേന്ദ്രൻ ഇല്ലാതെ അവിടെ ഒരു കാര്യം നടക്കില്ല. അങ്ങൊരു അത്രയും കോടികൾ കൊണ്ടുവരുന്ന പൈസയെല്ലാം എൻ്റെ കയ്യിലാണ്. ഞാനാണ് അത്ര വിശ്വാസം. അപ്പൊ കുറഞ്ഞ കാലയളവിൽ സാറിന് അദ്ദേഹം മനസ്സിലാക്കി മനസ്സിലാക്കി സാറിന്റെ സത്യസന്ധത മനസ്സിലാക്കി, കഴിവ് മനസ്സിലാക്കി, കാര്യക്ഷമത മനസ്സിലാക്കി.
മകനെ പോലെ കൂടെ കൂട്ടി കൂടെ കൂടി. എല്ലാം തന്നു. നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞ കമ്പനികളൊക്കെയാണ് സാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എത്ര സ്റ്റാഫുകളൊക്കെ ഉണ്ട് മൊത്തം സാർ? ബൗണ്ടി പ്രോപ്പർട്ടി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കൺസൾട്ടന്റ് കമ്പനിയുണ്ട്. ഓക്കെ. അത് 19 വർഷമായി. അത് ഒരു അതിൽ എൻ്റെ ഒരു പാർട്ട്ണർ മിസ്റ്റർ മോഹൻകുമാർ അങ്ങോട്ടാണ് ആ കൺസൾട്ടിങ് കമ്പനി മൂവ് ചെയ്യുന്നത്. ഓക്കെ സാർ. അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതിൽ എല്ലാ മാനേജ്മെൻറ്റ് ബൗണ്ടി പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് പ്രൊവൈഡ് ദാറ്റ് ലീസിങ് എല്ലാം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിലൊരു 9 to 10 മെമ്പേഴ്സ് ഉണ്ട് മൊത്തം, ഔട്ട്സൈഡ് സോഴ്സസും ഓഫീസ് സ്റ്റാഫുമായിട്ട്. കീ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫിൻ്റെയും, അതെന്ന് വെച്ചാൽ ഒരു വൈഫിന് വേണ്ടി ഒരു കമ്പനി ഞാൻ സെപ്പറേറ്റായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഇത് ചെയ്തു. കാരണം പല ഞങ്ങൾക്കുള്ള ഈ വെയർ ഹൗസസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കമ്പനിയിലേക്ക് സബ്ഡിവിഷനായി ചെയ്തിട്ടുള്ളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. കൂടാതെ തന്നെ പെരുങ്ങോട്ടുകര പാലസ്, ബ്രാൽക്കോ ഇലക്ട്രിക്കൽ മാനുഫാക്ചറിങ്, ഹോട്ടൽ ഇൻഡസ്ട്രി ഓഫ് ഹോസ്പിറ്റാലിറ്റി, കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് തുംകുണ്ട. ഇത് 4 എൻ്റെ ഞാനതിൽ. എൻ്റെ സ്കൂൾ സാറിന് സ്കൂൾ അല്ലേ സാറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുരുനാനക് എഞ്ചിനീയറിംഗ് കോളേജ്. മോർ ദൻ 16 വർഷം മുമ്പ് രവീന്ദ്ര സിംഗ് കോഹ്ലി ഞങ്ങളും കൂടിയിട്ട് ഗുരുനാനക് എഞ്ചിനീയറിംഗ് കോളേജ് എബ്രഹാംപട്ടണത്ത് അന്ന് ഞങ്ങൾ 25 ഏക്കറിൽ, ഞാനല്ല മിസ്റ്റർ കോഹ്ലി ആയിട്ട് പർച്ചേസ്ഡ്. I am in the അച്ഛൻ പോലെ മൊത്തം I am in the trustee now in this. സാറ് മലയാളികൾക്കൊക്കെ സത്യത്തിൽ അഭിമാനമാണ്. കാരണം ഒരു മലയാളിയായ ഒരു വ്യക്തി പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ ഹൈദരാബാദ് വന്ന് ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തുക, അതും എന്താണ് സ്വന്തം ആളുകളുടെ കൈ പിടിച്ചല്ല അല്ലേ, ഒരു ആകസ്മികമായി പരിചയപ്പെട്ട ഒരു വ്യക്തിയുടെ കാരുണ്യത്തിൽ വരിക, ഇത്രയും വലിയ പൊസിഷനിൽ വരിക, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക എല്ലാം വിശ്വാസവും ഒക്കെ നേടുക. അപ്പൊ ടോട്ടൽ എല്ലാം കൂടി ഒരു 500 തൊഴിലാളികൾ സാറിന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടല്ലേ? More than 600 students. That is not ended. That is a Guru Nanak and Paniniya Medical Engineering. That is different. I am only trustee. Okay. അപ്പൊ ഇതിൽ മലയാളികളൊക്കെ സാറ് കേരളത്തിൽ നിന്ന് നമ്മളെ തൃശ്ശൂരിൽ നിന്നൊക്കെ ആരെങ്കിലൊക്കെ ആയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? പല വ്യക്തികളെയും ഞാൻ 1997, 1998 പല ആൾക്കാരെയും ഞാൻ ജോലിക്ക് ആക്കിയിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന്. പല ആൾക്കാർക്കും അതിൻ്റേതായ സ്കോപ്പ് കൊടുത്തിട്ടുണ്ട്, ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. പല ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അവർക്ക് സഹായം ചെയ്തു കൊടുക്കാം. ബാക്കിയുള്ള കാര്യം അവരുടെ സ്വന്തം കഴിവും ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നും ഞാൻ വന്ന് ഇന്ന് ഈ രീതിയിൽ എത്താൻ വേണ്ടി കഴിവ് തന്നൊരു ആളാണ് രവീന്ദ്ര സിംഗ് കോഹ്ലി. എന്നെ ഈ ലെവലിലേക്ക് ഇന്ന് എത്തിക്കാൻ. ഇന്ന് ഏതൊരു ഹൈദരാബാദിലും തെലങ്കാനയിൽ തന്നെയല്ല, പഞ്ചാബിലായാലും ചെന്നൈയിലായാലും പല ഇതിലും സംഘടനകളിലും ഞാൻ നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. 2015 ഞാൻ വാഷിങ്ടൺ DC എന്നെ ഇവിടെ തെലങ്കാനയിൽ നിന്ന് ചന്ദ്രബാബു നായിഡു ഗവൺമെൻറ്റിൽ ഞാൻ സെലക്ട് USA എന്ന ഇതിൽ എന്നെ ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ്. മലയാളികൾക്ക് അഭിമാനം. അന്ന് ഞാൻ ഇൻഡോ അമേരിക്കൻ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ തെലങ്കാന ആന്ധ്രയുടെ ചെയർമാനായിട്ടും ഞാൻ ഇവിടുന്ന് എന്നെ അങ്ങോട്ട് സെലക്ട് ചെയ്യുകയും ഞാൻ അവിടെ എത്തുകയും സെലക്ട് USA ഒബാമ എന്നുള്ള സമയത്ത് ഞാൻ അതിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സൗത്ത് ഇന്ത്യ റീജിയണൽ പ്രസിഡൻ്റായി ഇൻഡോ അമേരിക്കൻ ചേംബറിൻ്റെ. അവിടെ നിന്ന് ഞാൻ ഇൻഡോ അമേരിക്കൻ ചേംബറിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി. സെയിം പല സംഘടനകളും ഇൻഡോ ഓസ്ട്രേലിയൻ ചേംബറിലും ഫെഡറേഷൻ ഓഫ് കൊമേഴ്സിലും ഇവിടുത്തെ തെലങ്കാനയുടെ ഹൈദരാബാദ് റിയൽ എസ്റ്റേറ്റ് അസോസിയേഷനിലും മെമ്പറാണ്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനിലും ഒരു സമയത്ത് ഞാൻ ചെയർമാനായിട്ടും. അന്ന് പാവപ്പെട്ട ആൾക്കാർക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒരു ആംബുലൻസ് ഞാൻ ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടപ്പോൾ എൻ്റെ ഒരു പാർട്ട്ണർ കൂടിയും അതിൻ്റെ ഒപ്പം അന്നത്തെ സമയത്ത് ഒരു ആളുണ്ടായിരുന്നു, അങ്ങോട്ടും കൂടി അതൊരു ഡൊണേഷൻ ചെയ്യുകയും അവിടുന്ന് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു പ്രസിഡൻ്റായി കുറച്ച് സമയം അതിൽ എനിക്ക് കിട്ടുകയുണ്ടായി. കൂടാതെ തന്നെ നായർ സർവീസ് സൊസൈറ്റിയുടെ അഡ്വൈസർ ബോർഡ് ചെയർമാനും
ബോയൻപള്ളി മലയാളി വെൽഫെയർ അസോസിയേഷൻ്റെ ചെയർമാനുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ചേർത്തലിൻ്റെ ആലപ്പുഴയിൽ നിന്നും വിനീത എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കണ്ണ് ഓപ്പറേഷത്തിന് വേണ്ടി അവിടുന്ന് ഗവൺമെൻറ് ആംബുലൻസുമായി ഇവിടേക്ക് എത്തിക്കുകയും ആ കുട്ടിക്ക് വേണ്ട സൗകര്യം ഞങ്ങൾ ചെയ്യുകയും ഞങ്ങൾ എല്ലാവരും തെലങ്കാനയിലെ എല്ലാവരും കൂടിയാണ് ചെയ്യുകയും ആ കുട്ടിയുടെ ആ കണ്ണ് ക്യാൻസർ അത് നന്നായി മാറ്റാൻ വേണ്ടി പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു. ഞങ്ങളിപ്പോൾ തെലങ്കാനയിലാണെങ്കിലും മനസ്സിൽ കേരളത്തിൽ അവിടെയുള്ള കേരളത്തിൽ കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വില്ലേജ് തൃശ്ശൂരിലുള്ള ഒരു സ്കൂളിൽ 110 കുട്ടികൾക്ക് ആ സമയത്ത് വേണ്ടപ്പെട്ട ഡ്രസ്സും ബുക്കുകളും എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കായിട്ട് ചെയ്തുകൊണ്ട് 2024-25 ഈ സമയങ്ങളിൽ ലോക കേരള സഭയിൽ എന്നെ ഒരു മെമ്പറായി എന്നെ എലക്ട് ചെയ്യുകയും അവിടുത്തെ പ്രതിനിധിയായി എന്നെ തെലങ്കാനയിൽ നിന്ന് എന്നെ എലക്ട് ചെയ്യുകയും ചെയ്യും. ഈ കഴിഞ്ഞ ഇതിൽ ഞാൻ തിരുവനന്തപുരത്ത് പോവുകയും അന്നത്തെ ഫസ്റ്റ് 2023-24 ഇതിൽ അറ്റൻഡ് ചെയ്യുകയും ഒരു നല്ല ഭാഗ്യം എനിക്ക് കിട്ടുകയും. അപ്പോൾ കണ്ണാട്ട് സുരേന്ദ്രൻ സാറിൻ്റെ ഓഫീസ് വിശേഷങ്ങൾ നമ്മൾ കുറേ കേട്ടു അല്ലേ, സന്തോഷമായിട്ട് കേട്ടു. ഇനി നമുക്ക് എന്തായാലും സാറിൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ നമുക്ക് അറിയണം, അതുകൂടി അറിയണമല്ലോ. നമ്മളിപ്പോൾ ഇവിടെ വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് സാറ് പറഞ്ഞത്. ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് സാറിൻ്റെ നാട്ടിൽ പറഞ്ഞു, സാറ് തൃശ്ശൂരിൻ്റെ അടുത്താണ് സാർ താമസിക്കുന്നത്. അച്ഛൻ്റെ പേരും പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞോളൂ. സാറിൻ്റെ അച്ഛൻ്റെ കണ്ണാട്ട് അപ്പുനായർ സാറിൻ്റെ മകൻ. അമ്മ കുന്നമ്പത്ത് മാലതി അമ്മ. അതെ, 4ാമത്തെ മോനായിട്ട് ജനിച്ചു. മറ്റു 3 സഹോദരങ്ങളുടെ പേരെന്ന് പറഞ്ഞു. ഒന്ന് ഗിരീശൻ, ഒന്ന് മധുസൂദനൻ, ഒന്ന് സത്യഭാമ. ഒരു പെൺകുട്ടി, ഒരു പെങ്ങളല്ല ചേച്ചി മാരേജ് ചെയ്തു. ഭാനു നായർ അങ്ങനെ നാട്ടിൽ തന്നെയാണ്. ഒരു സിവിൽ വർക്കൊക്കെ ആയിട്ട് നല്ലൊരു കുടുംബത്തിൽ താമസം. ഒരു ബ്രദറ് അവിടെ അഗ്രികൾച്ചറും ഇതൊക്കെ ആയിട്ട് അവരും അവിടെ ജോലി നാട്ടിൽ തന്നെയാണ്. മൂത്ത ബ്രദറിൻ്റെ മകൻ ഒരു CA കഴിഞ്ഞ് ഒരു ചാർട്ടർ അക്കൗണ്ടൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യാണ് ദുബായിൽ. മകള് ഇപ്പോൾ ഒരു പ്രൊഫസറായി ഒരു അയർലാൻഡിൽ എവിടെയുണ്ട് ജോലി ചെയ്യുകയാണ്. എൻ്റെ 2 പെങ്ങളുടെ 2 മക്കളും മാരേജ് ചെയ്ത് സെപ്പറേറ്റ് അവർ പോയിരിക്കുകയാണ്. ബ്രദറിൻ്റെ ഒരു മകളുണ്ട്, അവരുടെ ഒരു ബ്രദറിൻ്റെ സെക്കൻഡ് ബ്രദറിൻ്റെ ആ കുട്ടിയും മാരേജ് ചെയ്ത് ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഒപ്പം ആണ് അവർ താമസിക്കുന്നത്. എല്ലാവരും സെപ്പറേറ്റായി. അച്ഛനമ്മയുടെയും മരണത്തിന് ശേഷം എല്ലാവരും അവനവൻ്റെ സെപ്പറേറ്റ് ഒരു കുടുംബമായിട്ട് ഞങ്ങൾ എല്ലാവരും താമസിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോൾ കൂട്ടുകുടുംബം. അപ്പോൾ സാറ് പ്രീഡിഗ്രി എവിടെയായിരുന്നു? തൃശ്ശൂർ തന്നെയായിരുന്നു. അപ്പോൾ സാറ് പ്രീഡിഗ്രിക്ക് അവിടെ പഠിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഹൈദരാബാദിലേക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു സാറിന് സഹായിക്കാൻ വേണ്ടി? ഒരാളുണ്ടായിരുന്നില്ല. പിന്നെ ഈ തൊട്ടടുത്ത് തമിഴ്നാട്ടിലേക്ക് പോകാതെ അല്ലെങ്കിൽ കർണാടകയിലേക്ക് പോകാതെ ഹൈദരാബാദിലേക്ക് എങ്ങനെ വന്നെന്നുള്ളത്? എൻ്റെ അയൽവക്കത്ത് മിസ്റ്റർ വിജയകുമാരൻ എന്ന് പറഞ്ഞ ഒരു ഡിഫൻസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ഓക്കെ. അങ്ങോട്ട് അന്ന് വർക്ക് ചെയ്തിരുന്നത് ഹൈദരാബാദിലാണ്. അപ്പോൾ ആ കെയർ ഓഫ് ആണ് സാറ് ഹൈദരാബാദിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഞങ്ങൾ വൈകുന്നേരം ആവുമ്പോൾ എല്ലാവരും അമ്പലങ്കാവ് ഈ അമ്പലത്തെ ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു ആലത്തറയുണ്ട്. ആലത്തറയുടെ അവിടെ ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും ഇരിക്കും, എല്ലാ ഫ്രണ്ട്സും കൂടിയിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങൊരു റിട്ടയർമെൻറ്റ് അല്ല ഒരു ലീവ് സമയത്ത് വന്നിരിക്കുന്ന സമയമായിരുന്നു. ഓക്കെ. അങ്ങനെ ഇങ്ങൊരു 10-15 ദിവസത്തിൻ്റെ ലീവ് അവിടെയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്തൊരു ഫാമിലിയുടെ മകളുടെ കല്യാണമാണ്. കണ്ണങ്കത്ത് അച്യുതൻ നായരുടെ മകളുടെ ഒരു കല്യാണം എന്ന് പറഞ്ഞ സ്ഥലത്ത് മാരേജാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണം കഴിക്കാതിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു, 2-3 ആൾക്കാർ, സുരേഷിനെ എന്നെ വിളിക്കുക സുരേഷ് എന്നാണ്. ഓക്കെ. സുരേഷിനെ ഒരു ജോലിയാക്കി കൊടുക്കണം എങ്ങനെയെങ്കിലും.
ലീവിന് വന്ന ഇദ്ദേഹത്തോട് അല്ലേ? അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ചാറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഈ ഇങ്ങോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വരുന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് വാ, എൻ്റെ ഒരു പെങ്ങൾ അവിടെയുണ്ട്, ഞാൻ നിന്നെ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ ഞാൻ ഒരു ദിവസം അച്ഛനും അമ്മയും അറിയാതെ തന്നെ ഞാൻ എല്ലാം തയ്യാറായി. ഞാൻ കയറുന്നത് അച്ഛനും അമ്മയും അന്ന് അറിയണത്. ഞാൻ അച്ഛനും അമ്മയും അറിയാതെയാണ് ഹൈദരാബാദിലേക്ക് വന്നത്. അതെ, ഞാൻ എൻ്റെ ബാഗൊക്കെ റെഡിയാക്കി കാലത്ത് ഞങ്ങൾ നിൽക്കുക. അറിയാതെ അറിയാല അവർ ഞാൻ ഇറങ്ങും പറയുന്നുണ്ട്, അതുവരെയ്ക്ക് പറഞ്ഞില്ലേ ഞാൻ നാളെ പോണെന്ന്. 11:30 ക്രൈസ്റ്റ് ബസ്സിൽ ഞാൻ ബാഗൊക്കെ എടുത്ത് വെക്കുമ്പോൾ അച്ഛനമ്മ അറിയണം, നീ എവിടെ പോകണം, ഞാൻ ഒരു ജോലിക്ക് വേണ്ടി പോവുകയാണ്. അപ്പൊ ദൈവം സാറ് പോകുന്നതല്ല, ദൈവമായിട്ട് വരുത്തിയതാണ്. ഓരോ വ്യക്തികളെ സാറിന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഹൈദരാബാദാണ് സാറിന്റെ വിജയം എന്നുള്ളത് ദൈവം കാണിച്ചു തന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വിജയകുമാറുമായി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വരികയും അവിടെ ശബരി എക്സ്പ്രസ്സിൽ കയറി. പോകുന്നപ്പോൾ വല്ലതും ഉണ്ടായിരുന്നു സാറിന്റെ കയ്യിൽ? അന്ന് കണ്ണങ്കത്ത് അച്യുതൻ നായർ എന്ന് പറഞ്ഞ അന്നത്തെ വലിയൊരു ഞങ്ങളുടെ നാട്ടിലെ വലിയൊരു പ്രമാണിയാണ്. അങ്ങോട്ട് എനിക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ കൈ എൻ്റെ കയ്യിലുണ്ട്. എത്ര രൂപ ആയിരിക്കും? കാരണം നമ്മൾ ആദ്യമായിട്ടൊരു ചെലവ് കാശ് തരുന്നതല്ലേ. അത് എൻ്റെ അരിയിൽ 10,000-3,000 രൂപയുള്ളൂ. 3,000 രൂപ അന്നത്തെ കാലത്ത്? അല്ല, അതിപ്പോ ഇപ്പോഴത്തെ ഒരു 3 ലക്ഷത്തിന് അല്ലേ അതിനടുക്ക് മേലെയാവും. 10,000-3,000 രൂപയുണ്ട്. ഓ, അപ്പൊ നല്ലൊരു തുകയായിട്ടാണ്. 3,000 തന്നെയല്ല, അന്നത്തെ കാലത്ത് നമുക്ക് ഈ വിഷു കൈനീട്ടൊക്കെ കിട്ടുന്ന പൈസ ഞങ്ങൾക്ക് വേറെ ഒരു പൊട്ട ഇതില്ല, ഇതൊക്കെ എടുത്ത് ഒരു ഭണ്ണാരത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം സാർ സിനിമ കാണാൻ താല്പര്യമില്ല, ഈ പൈസയൊക്കെ എടുത്ത് എല്ലാം കൂടി കൊണ്ടുവരിക ഒരു ചെറിയ സൂട്ട്കേസുമായിട്ട്. ഉപകരിക്കപ്പെട്ടു. യെസ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് വിശാലാക്ഷി എന്ന് പറയുന്ന അവരുടെ പെങ്ങളാണ്, എനിക്കറിയില്ല, അവിടെയാണ് എന്നെ കൊണ്ട് ആക്കണത്. ഓക്കെ. അവിടെ ഞാൻ കുറച്ച് ഒരു ആഴ്ച 2 ആഴ്ച നിന്നു. എനിക്ക് ഭാഷയൊന്നും അറിയില്ല. അപ്പൊ പിന്നെ എങ്ങനെ മാനേജ് ചെയ്തു? അതെ, അങ്ങനെയാണ് മിസ്റ്റർ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുടെ കമ്പനി ഇന്ത്യ റബ്ബർ പ്രൊഡക്റ്റ് എന്നിലാണ് ഞാൻ മുമ്പ് കയറാൻ പോകുന്നത്. അപ്പൊ ഏകദേശം സാറിന് 17-18 വയസ്സല്ലേ? 17 വയസ്സ് 18 വയസ്സ് യുവാവായി. അപ്പൊ തന്നെ ഇങ്ങോട്ട് ഹൈദരാബാദിലേക്ക് കയറി. അവിടെ ഈ ഇന്ത്യ റബ്ബർ പ്രൊഡക്റ്റിൽ ഞാൻ ചെല്ലുകയും എന്നെ അവിടെ ഈ വിശാലാക്ഷിയുടെ ഹസ്ബൻഡ് അവിടുത്തെ സൂപ്പർവൈസറാണ്, വലിയ അങ്ങനെ എന്നെ അവിടെ ആക്കി. അപ്പോൾ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. അവിടെ ഞാൻ ഒരു 6-7 മാസം ജോലി ചെയ്തതിന് ശേഷം. എന്തായാലും സാർ അവിടുത്തെ ജോലി സാർ തുടങ്ങി? അവിടെ ഒന്നുമില്ല, ഞാനിത് അവിടെ ഈ കെമിക്കലും റബ്ബറുമായിട്ടുള്ള ഇതാണ്. ഞാൻ ഈ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഇതൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇതായിട്ട് ഞാൻ ഭാഷ പഠിക്കണം. അവിടെ മലയാളികളാണ് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 6 മാസം എന്നെ അവിടെ കൊണ്ടു നിർത്തി. ശമ്പളം വല്ലതും തരുമായിരുന്നു? അന്ന് ശമ്പളം തന്നെയായിരുന്നു, 8 മണിക്കൂറിൽ ശമ്പളമൊക്കെ തരും. ആദ്യമായിട്ട് കിട്ടിയ ശമ്പളം 350 രൂപ. 350. അന്നത്തെ കാര്യത്തിൽ സ്റ്റാർട്ടിങ് ശമ്പളം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അല്ല, എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? 350 രൂപയാണ് 8 മണിക്കൂർ. 8 മണിക്കൂർ ഒരു മാസം നിന്നായി? അല്ല, യെസ്, ഒരു മാസം. ഓക്കെ. അപ്പൊ ഇതിനിടയിൽ സാറിന്റെ വിവാഹം എന്തായിരുന്നു? 3 സെപ്റ്റംബർ 2000 എൻ്റെ സാറിന്റെ ഭാര്യയുടെ പേര്? എൻ്റെ പേര് സുധ. എന്ത് ചെയ്യായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ? സുധ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. BA കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ അച്ഛനും അമ്മയും എന്നെ കലക്കട്ടയിലായിരുന്നു. മകളും കലക്കട്ടയിലായിരുന്നു. പിന്നെ മകൾ ഇവിടെ തൃപ്രയാറടുത്ത് ചാഴൂര് എന്ന ഒരു വലിയ പഞ്ചായത്തിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവർ അമ്മൂമ്മയാക്കിയിട്ട് അമ്മൂമ്മയുടെ അപ്പായിരുന്നു മക്കൾ. അപ്പൊ സാറിന്റെ ഗോഡ് ഫാദർ എന്തായിരുന്നു ഇത് അറിഞ്ഞപ്പോൾ കല്യാണം? അങ്ങോട്ടാണ് അതിന് എല്ലാ കാര്യങ്ങളും നടത്തി മുന്നോട്ട് വന്ന് ചെയ്യുകളും. സാറിന്റെ ഇവിടുത്തെ അച്ഛനും ഇദ്ദേഹമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടായിരുന്നു? പിന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ നമ്മുടെ തൃശ്ശൂരൊക്കെ? ഇല്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല. സംസാരിക്കാറൊക്കെ ഉണ്ട് ഫോണിലൂടെ. സാർ പഞ്ചാബിൽ പോയിട്ടുണ്ടോ? എനിക്ക് പഞ്ചാബില് ഞാൻ ഡബാവളി എന്ന ഒരു സിരസ കഴിഞ്ഞിട്ട് ഡബാവളി എന്ന സ്ഥലത്ത് എനിക്ക് കിനു ഗാർഡുണ്ട്. കിനു എന്ന് പറഞ്ഞാൽ അറിയോ? ഇല്ല. നാരങ്ങയുടെ തോട്ടമുണ്ട്, ഇപ്പോഴും ഉണ്ട് എനിക്ക്. അപ്പൊ സാറിന്റെ ദാമ്പത്യ ജീവിതത്തിൽ എത്ര മക്കളാണ് സാർ? എനിക്ക് ഒറ്റ മകളെ ഉള്ളൂ. ഓക്കെ. എന്താ മോളുടെ പേര്? ശ്വേത യു മേനോൻ. ഓക്കെ. എന്ത് ചെയ്യണം കുട്ടി? കഴിഞ്ഞ 6 മാസം മുമ്പ് ഡോക്ടറേറ്റ് പഠിച്ച് പാസ്സായി. ഇപ്പോൾ 1 വർഷത്തെ ഇന്റേൺഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളിപ്പോൾ അടുത്തതിൽ PG ഡിഗ്രി വിടണം എന്ന്.
എന്താ പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം കൊണ്ടും വളരെ സന്തോഷമായിട്ട് തന്നെ അല്ലേ? മകളും അവർ ഫാമിലി നല്ല, ഇപ്പോൾ എല്ലാവരും നല്ല ഒരു സന്തോഷത്തിലുള്ളൊരു ഞങ്ങളുടെ ലൈഫാണ്. ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ദുഃഖമോ അങ്ങനെയുള്ളൊരു ദൈവം കാര്യം തരാതിരിക്കട്ടെ. തന്നിട്ടില്ല. അതെ അതെ. ദൈവത്തിന് ഇഷ്ടമുള്ള ആളുകളൊക്കെ അധികം സന്തോഷമാണ് ദൈവം കൊടുക്കത്തുള്ളൂ. പക്ഷെ സാറ് സ്പോർട്സിൽ ഭയങ്കര മിടുക്കനാണ്. ഞാൻ ഇവിടെ നിങ്ങൾ 14 വർഷം മുമ്പ് എൻ്റെ വെയിറ്റ് ഒരു 136 കിലോ ആയിരുന്നു. ഞാൻ അത്രയും ഭയങ്കര വെയിറ്റുള്ളൊരു വ്യക്തി. പറഞ്ഞല്ലോ, തീറ്റയിൽ വലിയ താല്പര്യമുള്ള ആളാണ്. അങ്ങനെയാണ് ഞാനൊരു ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്, തലവാക്കരുത്. 130 കിലോ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ എത്ര കിലോ ഉണ്ട് സാർ? ഇപ്പം 74. അപ്പൊ ഏകദേശം പകുതി കുറച്ചു. കുറച്ചു. അത് മാരേജ് സമയത്തും ഞാൻ അത്രയും നല്ല തടിയായിരുന്നു. 130, 120 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൂടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിൽ പോലും അതിന് സ്വിമ്മിങ് ചെയ്യലും സൈക്ലിംഗ് ചെയ്യലും ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ കുറച്ചു. അന്ന് എൻ്റെ പേപ്പറിലൊക്കെ എൻ്റെ വന്നിട്ടുണ്ടായിരുന്നു, ഡെഡിക്കേറ്റഡ് പേഴ്സൺ, ഇങ്ങനെ ഇത് തലവാക്കറുടെ ബെസ്റ്റ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നല്ലൊരു ഇതൊക്കെ വന്നിരുന്നു. അങ്ങനെ കല്യാണം കഴിക്കുന്ന സമയത്ത് സാറിന് നല്ല തടിയുണ്ടായി, ഭയങ്കര തടിയാണ്. അപ്പൊ നല്ല ഫുഡും സാറ് അന്നും ഭയങ്കര ഭക്ഷണം കഴിക്കും. നല്ല ഭക്ഷണം കഴിക്കും. സാറ് സ്പോർട്സിലാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ ക്രിക്കറ്റ് 30 കിലോയും വെച്ചൊക്കെ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അന്നില്ല. ഈ ക്രിക്കറ്റൊക്കെ ഇപ്പൊ ഇത് കഴിഞ്ഞ അടുത്തായിട്ട് എന്റെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ക്രിക്കറ്റിൽ തന്നെ ഏതായിരുന്നു സാർ? ബാറ്റിംഗ് ആണോ പിന്നെ ബൗളിംഗ് ആണോ? അല്ല, എനിക്ക് ബാറ്റിംഗ് ആയിരുന്നു അല്ലേ? എത്ര റൺസ് വരെയൊക്കെ സാറ്? ഞങ്ങളുടെ വില്ലേജില്, അടാട്ട് വില്ലേജില് ഞാൻ നല്ല സ്കോർ മേടിച്ചു. അന്ന് 57 സ്കോറൊക്കെ അടിച്ചത് അന്നത്തെ 7. ഹാഫ് സെഞ്ചുറി അന്ന് സമയത്ത് ഞങ്ങൾ നല്ല ടീമാക്കിയായിരുന്നു. ഇപ്പോഴും മൈതാനമല്ല, അന്നത്തെ നമ്മളെ സമയത്ത് ഈ നെല്ല് പാടം കൊയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ എല്ലാവരും കൂടും. വൈകുന്നേരം ഫുട്ബോൾ കളിക്കും, അതുപോലെ ക്രിക്കറ്റ് കളിക്കും, എല്ലാവരും കൂടിയിട്ട്. അതുപോലെ ചില അടുത്ത വില്ലേജുകാരും ഈ വില്ലേജുകാർ സൺഡേ ഒക്കെ പോയി ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും, അവിടെ ജയിക്കും, അങ്ങനെ ട്രോഫി കൊണ്ടുവരും. അങ്ങനെയുള്ള പല. അങ്ങനെയൊന്നുമില്ല നമുക്ക്. അങ്ങനെ അന്നത്തെ ആ ഇതില്ലല്ലോ, ക്യാപ്റ്റൻ വേണമെന്ന് കളിക്കുക, എന്ത് ചെയ്യുക, പോയി ഭക്ഷണം കഴിക്കുക, കിടന്നു തുടങ്ങുക. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് പോവുകയാണ്. അപ്പൊ സാറിന് ഈ അവധി ദിവസങ്ങൾ കിട്ടുമ്പോൾ എന്താണ് പരിപാടി? ശനിയാഴ്ച വൈകുന്നേരം എനിക്കൊരു ബ്രേക്കാണ് ഫാമിലിയിൽ. അതെ, ശനിയാഴ്ച വൈകുന്നേരം. ഞായറാഴ്ച പിന്നെ ഫോണെ അറ്റൻഡ് ചെയ്യില്ലായിരിക്കും അല്ലേ? ശനിയാഴ്ച എൻ്റെ വൈഫിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശനിയാഴ്ച വൈകുന്നേരം ഒരു 7, 8, 9 മണി കഴിഞ്ഞാൽ ഞങ്ങളൊരു ടീം തയ്യാറായിട്ട് ഞങ്ങൾ ക്ലബിൽ പോകും. എല്ലാ ശനിയാഴ്ചയും അവിടെ പോയി ഞങ്ങൾ ഒരു 5, 8, 10 ഫ്രണ്ട്സ്, എല്ലാം തെലുങ്കന്മാരാണ്. പഞ്ചാബി, സിന്ധീസ്. ഇത് ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാവരും ബിസിനസ്മാരാ. എല്ലാവരും പോയി അവിടെ സന്തോഷിച്ച് ഒരു 1, 2 മണിയാകുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചു. കാലത്ത് ഒരു 8, 9 മണിയാകുമ്പോഴേക്കും എനിക്ക്, കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ലവ് പെറ്റിനോടാണ്. എനിക്ക് നായക്കളോട് ഭയങ്കര. എൻ്റെ ഇപ്പോൾ ഹൈദരാബാദിൽ വന്നിട്ട് ഞാൻ 13, 14 നായക്കളെ ഞാൻ വളർത്തിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സെന്റ് ബെർണാഡ് എന്ന് പറയുന്ന നായക്കുട്ടിയാണ്. ഏറ്റവും കൂടുതൽ സ്നേഹം ഏത് കുട്ടിയോടാണ്? സെന്റ് ബെർണാഡോനും ഇപ്പോൾ ഗോൾഡൻ റിട്രീവറിനും. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ് സാർ? സാർ, അതൊരു പ്രത്യേക ഇതാണ്. ഗോൾഡൻ റിട്രീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അത്രയും പെട്ട നല്ല നായക്കുട്ടി. എന്തൊക്കെയാണ് കൊടുക്കണത്? അതിന് ഓൺലി വെജ്, പനീർ, കർഡ് റൈസ്, പൊമഗ്രനേറ്റ്, അങ്ങനെയുള്ള കാര്യം. അതുപോലെ ലീഫ്, പച്ച ഇതുണ്ടല്ലോ, എന്താ പറയുക, വെജിറ്റേറിയൻ പട്ടിയെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. ഫുൾ വെജിറ്റേറിയൻ. ഇന്ന് വരയ്ക്ക് അതിനെ ഒരു സാധനം തൊടിച്ചിട്ടില്ല. അപ്പം ഇനി സാറിൻ്റെ കുറേ വിശേഷങ്ങൾ നമ്മൾ കേട്ടു, പ്രഷർ എല്ലാവരും കേട്ടു. നമ്മളിനി പുതുതായിട്ട് സാറിനെ പോലെ ബിസിനസ്സിലേക്ക്, സാറിനൊരു ദൈവദൂതൻ സാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നു. സാറിന് പരാജയങ്ങൾ എന്താണെന്ന് അറിയേണ്ടി വന്നില്ല. ദൈവം സാറിന് അങ്ങനെയുള്ള അനുഭവങ്ങൾ കൊടുത്തില്ല. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. ഇപ്പോൾ ബിസിനസ്സിലേക്ക് വരികയാണ് ചെറുപ്പക്കാരായ നമ്മുടെ യുവാക്കൾ. സാറിന് എന്ത് അഡ്വൈസാണ് അവർക്ക് കൊടുക്കാറുള്ളത്? ഏതൊരു നമ്മുടെ ഒരു ഫ്രണ്ട്സ് ആയാലും ഒരു യങ്സ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അവരുടെ അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നല്ല രീതിയിൽ ജോലി ചെയ്യുക, നല്ല രീതിയിൽ ഫാമിലി നോക്കുക, അച്ഛൻ അമ്മ അവരെയും നന്നായി നോക്കുക. നമ്മൾ അന്യനാട്ട് വിട്ടുപോകുന്നു, ഞങ്ങളിവിടെ ജീവിച്ചു, അവർ നോക്കണം, അതൊന്നല്ല. നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ
സാറിന്റെ കയ്യിൽ ഇവിടെ മുന്നിലേക്ക് വന്നവരൊരു ദൈവദൂതന്മാര് ദൈവം അവരിലേക്കും വിടും. എല്ലായിടത്തേക്കും നമ്മൾ സ്വന്തമായി ഇതായിട്ട് പല ആൾക്കാരും ഇവിടെ പല 10 രൂപ കിട്ടി കഴിഞ്ഞാൽ വലിയ ഇതൊക്കെ കിട്ടി, അതൊന്നുമല്ല. ദേശ് നോ, നമ്മുടെ കയ്യിൽ നമ്മൾ അധ്വാനിച്ച പൈസ നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മൾ സുഖമായിട്ട് ജീവിക്കാം, ഒരാളെയും തെറ്റ് ചെയ്യാതെ, ഒരു ഭംഗം ചെയ്യാതെ, കള്ളത്തരം ചെയ്യാതെ മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് വരാം. സാറിന്റെ ഇഷ്ടദേവൻ ആരാണ്? എൻ്റെ കൃഷ്ണനാണ്. കൃഷ്ണനാണല്ലേ? ശ്രീകൃഷ്ണനാണ്. അപ്പൊ എന്തായാലും ഗുരുവായൂർ എന്നും മാക്സിമം തൊട്ടടുത്ത് തന്നെ തൃശ്ശൂർ ഗുരുവായൂർ അല്ലേ? ഗുരുവായൂർ. അപ്പൊ ഇത്രയും സൗഭാഗ്യങ്ങൾ തന്നത് നമ്മുടെ ഇഷ്ടദേവനായ ആ കൃഷ്ണന്റെ അനുഗ്രഹം കൂടിയുണ്ട്. അപ്പൊ സാറിന്റെ ഇഷ്ടദേവനെ പ്രകീർത്തിച്ചിട്ടുള്ള ഒരു ഗാനമാവാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ ഗോവിന്ദ മാധവ. ഓക്കെ സാർ, താങ്ക് യു സാർ. ഇത്രയും നേരം സാറിന്റെ വിശേഷങ്ങൾ വളരെ രസകരമായി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് എത്തിച്ചു കൊടുത്ത കണ്ണാട്ട് സുരേന്ദ്ര സാറിന് ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച് സാർ.